GK World and PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോമായ Unacademy വഴി നിങ്ങൾക്ക് GK World and PSCയുടെ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതാണ്. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുക. അതിൽ എൻ്റെ പ്രൊഫൈൽ ലിങ്ക് ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്കിൽ ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. ക്ലാസ്സുകളെല്ലാം ലഭ്യമാകുന്നതാണ്. അപ്പോൾ യൂട്യൂബിൽ തന്ന അതേ സപ്പോർട്ട് എനിക്ക് ആ ക്ലാസ്സിലും നിങ്ങൾ Unacademyയിൽ നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. GK World and PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഫ്രണ്ട്സിന് കൂടി ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യ ഉത്തരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് എല്ലാ PSC പരീക്ഷകളിലും കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. ഡിഗ്രി ലെവലെന്നോ ഹൈസ്കൂൾ ലെവലെന്നോ ഒന്നും വേർതിരിവില്ലാതെ വരുന്ന PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലും 15 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ദ ലാർജസ്റ്റ് മൗണ്ടെയിൻ റേഞ്ച് ഇൻ ഇന്ത്യ. ഏതാണ് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് മൗണ്ടെയിൻ റേഞ്ച്? മലനിരകൾ ഹിമാലയാണ് ദ ലാർജസ്റ്റ് മൗണ്ടെയിൻ റേഞ്ച് ഇൻ ഇന്ത്യ. Which is the longest Rift Valley river in India? ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് റിഫ്റ്റ് വാലി റിവർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് റിവർ? നർമ്മദ നദിയാണ് ദ ലോങ്സ്റ്റ് റിഫ്റ്റ് വാലി റിവർ ഇൻ ഇന്ത്യ. ഓക്കെ, അടുത്ത ചോദ്യം, അൽമോറ ഹിൽ സ്റ്റേഷൻ ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ്. അൽമോറ ഹിൽ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഉത്തരാഖണ്ഡിലാണ് അൽമോറ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. Where is Godwin Austen? K2 or Kargil is now situated. അപ്പോൾ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ K2 അല്ലെങ്കിൽ കാർഗിൽ ഇപ്പോൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്നാണ്. പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന കശ്മീരിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ K2 or കാർഗിൽ ഇപ്പോൾ കാണപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ക്യാമ്പെ ഇൻ ഗുജറാത്ത് ഈസ് ഫേമസ് ഫോർ. അപ്പോൾ ഗുജറാത്തിലെ ക്യാമ്പെ ഫേമസ് ഫോർ എന്തിനാണ്? പെട്രോളിയം. അപ്പോൾ പെട്രോളിയത്തിനാണ് ക്യാമ്പെ ഇൻ ഗുജറാത്ത് വിച്ച് ഈസ് ഫേമസ് ഫോർ. ഓക്കെ, നമുക്കൊന്നുകൂടെ ആവർത്തിക്കാം. ഇന്ത്യയിലെ ലാർജസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഏതാണ്? ഹിമാലയ. ലോങ്സ്റ്റ് റിഫ്റ്റ് വാലി റിവർ ഏതാണ്? നർമ്മദ. അൽമോറ ഹിൽ സ്റ്റേഷൻ ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്? ഉത്തരാഖണ്ഡിലാണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ K2 അല്ലെങ്കിൽ ഖാഗിർ ഇപ്പോൾ കാണപ്പെടുന്നത് പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്ത കാശ്മീരിലാണ്. ക്യാമ്പെ ഗുജറാത്ത് ഫേമസ് ആയിരിക്കുന്നത് പെട്രോളിയത്തിനാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ കറക്റ്റ് ഓർഡർ ഓഫ് മൗണ്ടെയിൻ റേഞ്ച് ഇൻ ഹിമാലയാസ് ഫ്രം നോർത്ത് ടു സൗത്ത്. അപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നോർത്ത് മുതൽ സൗത്ത് വരെ ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചുകളുടെ ഓർഡറുകൾ കറക്റ്റ് ആയിട്ട് പറയാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ശിവാലിക്. ദ കറക്റ്റ് ഓർഡർ ഓഫ് മൗണ്ടെയിൻ റേഞ്ച് ഇൻ ഹിമാലയാസ് ഫ്രം നോർത്ത് ടു സൗത്ത്. നോർത്ത് മുതൽ സൗത്ത് വരെ ആണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ശിവാലിക്. ഓക്കെ, അടുത്ത ചോദ്യം, ഡാഷ് ഹാസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് കാറ്റിൽ ആൻഡ് ബഫലോ പോപ്പുലേഷൻ. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റിൽ ആൻഡ് ബഫലോ പോപ്പുലേഷൻ ഉള്ളത് ഏത് രാജ്യമാണ്? നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ബഫലോയും കാറ്റിൽ പോപ്പുലേഷൻസും ഉള്ളത്. കന്നുകാലികൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലാണ്. അടുത്തത്, മിനിക്കോയ് ഐലൻഡ് ഈസ് എ പാർട്ട് ഓഫ്. മിനിക്കോയ് ഐലൻഡ് എന്ന് പറയുന്നത് ഏതിന്റെ പാർട്ടാണ്? ലക്ഷദ്വീപിന്റെ ഒരു ഭാഗമാണ്. മിനിക്കോയ് ഐലൻഡ് ഈസ് എ പാർട്ട് ഓഫ് ലക്ഷദ്വീപ്. കാച്ചർ ഹിൽസ് ആർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ്. കാച്ചർ ഹിൽസ് ഏത് സംസ്ഥാനത്തു നിന്നാണ് ചോദിച്ചിരിക്കുന്നത്? അസം. അസാമിലാണ് കാച്ചർ ഹിൽസ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കാച്ചർ ഹിൽസ് എവിടെയാണ്?
ആസാമിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്നുകൂടെ ആവർത്തിക്കാൻ പഠിച്ചത്. അപ്പോൾ നോർത്തിൽ നിന്ന് സൗത്ത് വരെയുള്ള ഹിമാലയൻ മൗണ്ടൻ റേഞ്ചുകളുടെ ഓർഡർ പറയാൻ ആവശ്യപ്പെടുകയാണ്. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, ഷിവാലിക്. ഏറ്റവും കൂടുതൽ ക്യാറ്റൽ ആൻഡ് ബഫലോ പോപ്പുലേഷൻ ഉള്ളത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. മിനിക്കോയ് ഐലൻഡ് എന്ന് പറയുന്നത് ലക്ഷദ്വീപിലെ പാർട്ടാണ്. കാച്ചർ ഹിൽസ് എന്ന് പറയുന്നത് അസ്സാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ജുൻജു, കൊലിഹാൻ, സിക്കാർ മൈൻസ്. ഓക്കെ, അപ്പോൾ ജുൻജുഹനും കൊലിഹാനും സിക്കറും ഒക്കെ കോപ്പർ മൈൻ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, ജുൻജുഹനും കൊലിഹാൻ, സിക്കാർ ഒക്കെ കോപ്പർ മൈൻ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, അടുത്തത് ദ പ്ലേസ് ഓഫ് ത്രിവേണി സംഗമം വേർ ഗംഗ, യമുന ആൻഡ് മിത്തിക്കൽ സരസ്വതി മീറ്റ്. ഏതാണ് ത്രിവേണി സംഗമം? ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ത്രിവേണി സംഗമമായ ഗംഗയും യമുനയും സരസ്വതിയും മീറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? അലഹാബാദ്. അപ്പോൾ അലഹാബാദിലാണ് ത്രിവേണി സംഗമമായ ഗംഗയും യമുനയും അതോടൊപ്പം തന്നെ സരസ്വതിയും ഒന്നിക്കുന്നത്. അടുത്ത ചോദ്യം. ഗാരോസ് ട്രൈബ് ലീവ്സ് ഇൻ. ഗാരോസ് ട്രൈബ്സ് താമസിക്കുന്ന സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? മേഘാലയ. മേഘാലയയിലാണ് ഗാരോസ് ട്രൈബുകൾ താമസിക്കുന്നത്. രാജസ്ഥാൻ ഷെയർസ് ഇന്ത്യസ് ഫ്രോണ്ടിയർ വിത്ത് പാകിസ്ഥാൻ ഇൻ ദ വെസ്റ്റ് ആൻഡ് നോർത്ത് വെസ്റ്റ്. അപ്പോൾ രാജസ്ഥാൻ ഇന്ത്യയുടെ ഫ്രോണ്ടിയർ പാകിസ്ഥാനുമായിട്ട് ഷെയർ ചെയ്യുന്നത് വെസ്റ്റും അതോടൊപ്പം തന്നെ നോർത്ത് വെസ്റ്റുമാണ്. വെസ്റ്റ് ആൻഡ് നോർത്ത് വെസ്റ്റിലാണ് രാജസ്ഥാൻ ഇന്ത്യയുടെ ഫ്രോണ്ടിയർ പാകിസ്ഥാനുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതൊന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം. കോപ്പർ മൈൻ ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ജുൻജുഹനും കൊലിഹാൻ, സിക്കാർ. ഓക്കെ, ദ പ്ലേസ് വെയർ ത്രിവേണി സംഗമം ഗംഗ, യമുന ആൻഡ് സരസ്വതി മീറ്റ് അറ്റ് അലഹാബാദ്. ഗാരോസ് ട്രൈബ്സ് lives in Meghalaya. Rajasthan shares India's frontier with Pakistan in the west and northwest. Okay, അടുത്ത ചോദ്യം. The coastline of India including these of island is. ഇന്ത്യയുടെ coastline, ഈ ഐലൻഡ് ഇന്ത്യൻ coastline, the coastline of India including these of islands എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. coastline, ഇന്ത്യൻ coastline ഐലൻഡ്സും കൂടെ കൂട്ടി എത്ര കിലോമീറ്റർ ആണ് വരുന്നത്? 7,517 കിലോമീറ്റർ. 7,517 കിലോമീറ്റർ ആണ് കോസ്റ്റ് ലൈൻ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ഐലൻഡ്സ് വരുന്നത്. ചോദിച്ചിരിക്കുന്നത് വിച്ച് റിവർ ഇൻ ഇന്ത്യ ഹാസ് ദ ഗ്രേറ്റസ്റ്റ് ഫ്ലോ ഓഫ് വാട്ടർ. ഏറ്റവും കൂടുതൽ ഫ്ലോ ഓഫ് വാട്ടർ ഒഴുകുന്ന വെള്ളം ഒഴുക്കുള്ള ഇന്ത്യൻ നദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫ്ലോ ഓഫ് വാട്ടർ ഉള്ളത്. ജത്ര is a folk dance drama popular in the village of. അപ്പോൾ ജത്ര എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ഡ്രാമയാണ്. അത് ഏത് വില്ലേജിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ പോപ്പുലർ ആയിട്ടുള്ള ഡാൻസ് ഡ്രാമയാണ്, ഫോക്ക് ഡാൻസ് ഡ്രാമയാണ് ഏത്? ജത്ര. അപ്പോൾ ജത്ര എന്ന് പറയുന്നത് which is a folk dance drama popular in the village of West Bengal. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ ആവർത്തിക്കാം. Coastline of India including island is 7,517 kilometer. The river in India has the greatest flow of water, Brahmaputra. Jatra is a folk dance drama popular in the village of West Bengal. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട 15-16 ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. Till then, bye bye and thank you.